ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? കുറേ ദിവസത്തിന് ശേഷാട്ടാ ഞാനൊരു ട്രാവലിംഗ് വീഡിയോ ഒക്കെ ചെയ്യണത്. അപ്പോ ഇന്ന് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആരാണെന്ന്. അങ്ങനെ ഞങ്ങളൊന്ന് പമ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണ അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഓൽക്ക് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് എയർപോർട്ട് റോഡിന്റെ അവിടെയാണ്. ഹായ്, അങ്ങനെ അവസാനം ഞങ്ങൾ ഇതാ അവിടെ എത്തിട്ടാ. വണ്ടി വന്ന് ഇന്നെ മാത്രല്ല കണ്ടിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ 2 മക്കളുണ്ട്. പിന്നെ ഞാൻ കാണാൻ വന്ന ആള് എവിടെയെന്നുള്ളതല്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് തിരിയ ഞാൻ ആരെയും കാണാൻ വന്നിക്കണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല കേട്ടോ ആരെ കാണാനാണ് വരുന്നത്. സത്യമായിട്ടും എന്താ കൊറേ ദിവസം വരണമെന്ന് ആഗ്രഹിച്ച് കൊറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവരിപ്പോ നിക്കണ ഫ്ലാറ്റിലാട്ടോ. ഇനിയിപ്പോ വീട് പണി ഉണ്ട്, ഹൗസ് വാമിങ് ആവാനായി തുടങ്ങി. എനിക്ക് വരാൻ പറ്റൂല. വരും അന്ന് വരില്ല, പിറ്റേന്ന് വരും. അതന്നെ ബുക്കുള്ളൊക്കെ അവിടെ ഫ്രിഡ്ജിലെടുത്തേക്കണം. പുതിയ ഞാൻ വന്നിക്കണ പറഞ്ഞിട്ടതാ ജ്യൂസൊക്കെ ഉണ്ടാക്കണ ഇച്ചിടോ പാവോ. ഇനി ഒരു ദിവസം അങ്ങോട്ട് ഈ ആളെ കാണാനാട്ടോ ഞാൻ വന്നത്. കുറേ ദിവസമായി വരണം എന്നൊക്കെ വിചാരിക്കണം കേട്ടോ. പക്ഷെ ഇന്നാണ് അതിന് പറ്റിയത്. ഞങ്ങൾ ഫോണിൽ കൂടെ ഉള്ള ബന്ധേനും എങ്ങനെ പറയാം തല്ലൂടിയിട്ട് ഫ്രണ്ട്സ് ആയതാണ് അല്ലേ? പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഫ്രണ്ട്സായി. അങ്ങനെ അപ്പൊ ബാക്കി വിശേഷം പറയാട്ടാ. പറ്റിച്ചേ അതെവിടെ വെച്ചുള്ളത്. ചെണ്ടി മദ്ദളൊക്കെ ഉണ്ട് മോളെ. ഞാൻ കൊടുത്ത മുട്ടായി എന്റെ മക്കളിന്റെ ഉള്ളിരുന്ന് തിന്നു. ടെസ്റ്റ് എന്നാ മോളെ ഞങ്ങള് വിട്ടാലോ? ഇതാണ് ഓൾക്ക് തന്നത്. അപ്പൊ ഞങ്ങൾ എന്നാലേ ടാറ്റ. ഇനി വരണ്ട കേട്ടോ. നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് വരണ്ട്. ആ കുഴപ്പമില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് അവിടെ എത്തണ്ടേ. ഓല് പറഞ്ഞാൽ കുറച്ച് തിരക്കിലേക്കാരും. അങ്ങനെ ഞങ്ങൾ പോവാൻ ഇറങ്ങിട്ടോ അല്ലേ? എന്താണ് പറയാനുള്ളത് മകളെ? തിന്നാണ് സാധനം നടന്നിട്ട്. പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ അങ്ങനെ ഒരു വരവൊന്നും. പക്ഷെ ഒരു സങ്കടം മാത്രമോ ചാടിക്കാണ് പോണത്. അത് കുഴപ്പമില്ല, ഞാൻ വരുമല്ലോ. അവയ്ക്കൊരു സംഭവം തന്നിട്ടോ മൈക്ക. ഇനി പുതിയ വീട്ടിലേക്ക് ഇൻഷാ അല്ലാ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കാണുക. ജോ അങ്ങനെ ഓളിയും കണ്ടുങ്ങാണ്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളാഞ്ചേരി ആണല്ലോ, അപ്പൊ കുറച്ച് ലോങ് ആണ്. പിന്നെ 1-2 സ്ഥലത്തും കൂടി പോവാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കണ കണ്ടപ്പോ മൂപ്പരാള് വേഗം കണ്ണടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും.